ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. 2025 റിലീസ് ചെയ്യാൻ പോകുന്ന എല്ലാ മേജർ ഹോളിവുഡ് സിനിമകളുടെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് തയ്യാറാക്കാമെന്ന് കരുതി. സീക്വലുകളുടെയും സൂപ്പർ ഹീറോ സിനിമകളുടെ ഒരു മേളം തന്നെയായിരിക്കും അടുത്ത വർഷം. സോ ഈ വീഡിയോയിൽ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളെ 5 കാറ്റഗറിയായിട്ട് ഡിവൈഡ് ചെയ്തായിരിക്കും ഞാൻ പറയുന്നത്. 2025 ഇതുവരെ റിലീസ് ഡേറ്റ് തീരുമാനിച്ച സൂപ്പർ ഹീറോ, ആക്ഷൻ ത്രില്ലർ, ഫാന്റസി, ആനിമേഷൻ, ഹൊറർ ജാനറിൽ വരുന്ന സിനിമകൾ. ഇതൊന്നും അല്ലാതെ മറ്റ് ചില സിനിമകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചും ഞാനിവിടെ ബ്രീഫായിട്ട് പറയാം. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ക്യാപ്റ്റൻ അമേരിക്ക 4. സാം വിൽസൺ അല്ലെങ്കിൽ ഫാൽക്കൺ ക്യാപ്റ്റൻ അമേരിക്കയിൽ വരുന്ന ആദ്യത്തെ സിനിമയാണ് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ്. തണ്ടർബോൾട്ട് റോസിന്റെ റെഡ് ഹൾക്കിനെ ആദ്യമായിട്ട് MCUവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ സിനിമയിലാണ്. ഹാരിസൺ ഫോർഡാണ് തണ്ടർബോൾട്ട് റോസ് ആയിട്ട് വരുന്നത്. മുൻപത്തെ ക്യാപ്റ്റൻ അമേരിക്ക സിനിമകളായ വിന്റർ സോൾജറിന്റെയും സിവിൽ വാറിന്റെയും ഒക്കെ അതേ ടോണിൽ വരുന്നൊരു സിനിമയായിരിക്കും ഇത്. അടുത്ത വർഷത്തെ ആദ്യത്തെ MCU സിനിമയായ ബ്രേവ് ന്യൂ വേൾഡ് വരുന്നത് ഫെബ്രുവരി 14 തണ്ടർബോൾട്ട് DCന്റെ സൂയിസൈഡ് സ്ക്വാഡ് പോലെ പ്രധാനപ്പെട്ട MCU ക്യാരക്ടേഴ്സിനെ ഒന്നിപ്പിക്കുന്ന ഒരു ടീം അപ്പ് സിനിമയാണ് തണ്ടർബോൾട്ട്. വിന്റർ സോൾജർ അല്ലെങ്കിൽ ബക്കി ബാൺസ്, US ഏജന്റ് അല്ലെങ്കിൽ ജോൺ കാർട്ടർ, ബ്ലാക്ക് വിഡോ അല്ലെങ്കിൽ എലന ബെലോവ, റെഡ് ഗാർഡിയൻ, ഗോസ്റ്റ്, ടാസ്ക് മാസ്റ്റർ, അങ്ങനെ പല MCU സിനിമകളിലായി വന്ന ക്യാരക്ടേഴ്സിനെ ഇവിടെ ഒന്നിച്ച് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മാർവലിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലൊന്നായ സെൻട്രീനെയും ഇവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. തണ്ടർബോൾട്ട് റിലീസ് ചെയ്യുന്നത് മെയ് 2 സൂപ്പർമാൻ റീബൂട്ട് ചെയ്യുന്ന DC സ്റ്റുഡിയോസിന്റെ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് സൂപ്പർമാൻ. ഈ സിനിമയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി DC യൂണിവേഴ്സ് എക്സ്പ്ലെയിൻഡ് എന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പുതിയ DC യൂണിവേഴ്സിലെ പുതിയ സൂപ്പർമാനെ വരുന്നത് ഡേവിഡ് കോൺസ്വെറ്റ് ആണ്. മാൻ ഓഫ് സ്റ്റീൽ പോലെ ഇത് സൂപ്പർമാനൊരു ഒറിജിൻ സിനിമയായിരിക്കില്ല. പുതിയ DC യൂണിവേഴ്സിലെ പുതിയ സൂപ്പർമാൻ സിനിമ റിലീസ് ചെയ്യുന്നത് ജൂലൈ 11 ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. മാർവലിലെ ആദ്യത്തെ ഫാമിലി എന്നറിയപ്പെടുന്ന ഫാന്റാസ്റ്റിക് ഫോറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. ഇതിനു മുമ്പ് ഇറങ്ങിയ മറ്റ് ഫാന്റാസ്റ്റിക് ഫോർ സിനിമകളെ അപേക്ഷിച്ച് ഇത് 1960s കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വരാനിരിക്കുന്ന അവഞ്ചേഴ്സ്, ഡൂംസ്ഡേ, സീക്രട്ട് വാർസ് എന്നീ സിനിമകളിലേക്കുള്ള ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ കൂടിയായിരിക്കും ഈ സിനിമ. പെഡ്രോ പാസ്കൽ, വെനീസ കെർബി, ജോസഫ് ക്വിൻ, എബോൺ മോസ് എന്നിവരൊക്കെ മെയിൻ റോളിൽ വരുന്നുണ്ട്. ഫാന്റാസ്റ്റിക് ഫോർ സിനിമ റിലീസ് ചെയ്യുന്നത് ജൂലൈ 25 ഡിസ്നിയുടെ കുറേയധികം ഫാന്റസി അഡ്വഞ്ചർ സിനിമകൾ അടുത്ത വർഷം റിലീസ് ചെയ്യുന്നുണ്ട്. പതിവ് പോലെ അവരുടെ ക്ലാസിക് ആനിമേഷൻ സിനിമകൾ അനാവശ്യമായിട്ടെടുത്ത് ലൈവ് ആക്ഷൻ ഫോർമാറ്റിലൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് സ്നോ വൈറ്റ്. അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ഒരുപാട് ഹെയ്റ്റ് കിട്ടിയൊരു സിനിമയായിരുന്നു സ്നോ വൈറ്റ്. പുതിയ സ്നോ വൈറ്റ് സിനിമയിൽ സ്നോ വൈറ്റായി വരുന്നത് റേച്ചൽ സെഗ്ലറാണ്. അതുപോലെ ഈവിൽ ക്വീനായി വരുന്നത് ഗാൽ ഗഡറ്റ്. ഇപ്പോൾ സ്പീൽബർഗ് ഡയറക്ട് ചെയ്ത വെസ്റ്റ് സൈഡ് സ്റ്റോറി കണ്ടാൽ അറിയാം, റേച്ചൽ സെഗ്ലർ നന്നായിട്ട് പാടുകയും ഡാൻസിങ്ങും ആക്ടിങ്ങും ഒക്കെ പറ്റുന്നൊരു നടിയാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ അല്പം മണ്ടത്തരം പറയുന്നേ ഉള്ളൂ. ഗാൽ ഗഡറ്റിന്റെ മുഖത്ത് പിന്നെ എക്സ്പ്രഷൻ വരുമോ എന്നുള്ളൊരു ഡൗട്ടാണ്. എന്തായാലും ഈ പുതിയ സ്നോ വൈറ്റ് സിനിമ റിലീസ് ചെയ്യുന്നത് മാർച്ച് 21 സ്നോ വൈറ്റിന് പിന്നാലെ റിലീസ് ചെയ്യുന്ന 2 ലൈവ് ആക്ഷൻ സിനിമകളായിരിക്കും ലൈലോ ആൻഡ് സ്റ്റിച്ചും ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗനും. ലൈലോ ആൻഡ് സ്റ്റിച്ച് റിലീസ് ചെയ്യുന്നത് മെയ് 23 ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൻ റിലീസ് ചെയ്യുന്നത് ജൂൺ 13 ഈ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗനൊക്കെ റീസെൻ്റ് ആയിട്ട് വന്ന ആനിമേറ്റഡ് ഫിലിമുകളാണ്. ഇതൊക്കെ ഇപ്പോൾ ലൈവ് ആക്ഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നത് സംശയമാണ്. അവതാർ ഫയർ ആൻഡ് ആഷ്. അവതാർ ഫ്രാഞ്ചൈസിലെ അടുത്ത സിനിമയായ അവതാർ ഫയർ ആൻഡ് ആഷ് റിലീസ് ചെയ്യുന്നത് ഡിസംബർ 19 ജെയിംസ് കാമറൂൺ ഡയറക്ട് ചെയ്യുന്ന അവസാനത്തെ അവതാർ സിനിമയും ഇത് തന്നെ ആകുമെന്ന് പറയുന്നുണ്ട്. പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത സിനിമകളാണ് ഈ അവതാർ സിനിമകൾ. എന്നിരുന്നാലും 1 and 2 തിയേറ്ററിൽ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് 3 ഒരു മികച്ച എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. മൈൻക്രാഫ്റ്റ്. ലോകത്തെ ഏറ്റവും പോപ്പുലറായ ഗെയിമുകളിലൊന്നായ മൈൻക്രാഫ്റ്റിനെ ബേസ് ചെയ്ത് വരുന്ന സിനിമയാണ് മൈൻക്രാഫ്റ്റ്. ജാക്ക് ബ്ലാക്കും ജെയ്സൺ മൊമോയും ഒക്കെയാണ് ഇതിനകത്ത് പ്രധാന വേഷത്തിൽ വരുന്നത്. ഇതിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തപ്പോൾ മുതൽ ഭയങ്കര ഹെയ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊരു തട്ടിക്കൂട്ട് സിനിമയാണ്, വേണ്ടത്ര ക്വാളിറ്റി ഇല്ല എന്ന പേരിൽ. പക്ഷേ ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഈ സിനിമയെ അപ്രോച്ച് ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നിയത്. മൈൻക്രാഫ്റ്റ് റിലീസ് ചെയ്യുന്നത് ഏപ്രിൽ 4 സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഹൊറർ സിനിമകൾ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ സിനിമകളാണ് വരുന്നതെന്നും അല്ലെങ്കിൽ അതിൻ്റെ റിലീസ് ഡേറ്റ് ഏതൊക്കെയാണെന്നും പെട്ടെന്നായിരിക്കും തീരുമാനിക്കുന്നത്. പക്ഷേ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്ത ചില സിനിമകളുണ്ട്. കഴിഞ്ഞ വർഷത്തെ സർപ്രൈസ് ഹിറ്റായിരുന്ന മേഗൻ സിനിമയുടെ ഒരു സീക്വൽ വരുന്നുണ്ട്. അതാണ് മേഗൻ 2.0. അതുപോലെ തന്നെ ഈതൻ ഹോക്ക് മെയിൻ റോളിൽ വന്ന ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ സിനിമയായിരുന്ന ബ്ലാക്ക് ഫോണിനും ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. രണ്ടിൻ്റെയും ഫസ്റ്റ് പാർട്ട് നല്ലതായിരുന്നു. സോ അതേ ക്വാളിറ്റിയുള്ള ഫിലിംസ് തന്നെയായിരിക്കും സെക്കൻഡ് പാർട്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വുൾഫ്മാൻ. യൂണിവേഴ്സൽ സ്റ്റുഡിയോസിന്റെ ഹൊറർ സിനിമകളിലെ അടുത്ത എൻട്രിയാണ് വുൾഫ്മാൻ. യൂണിവേഴ്സൽ സ്റ്റുഡിയോ അവരുടെ ക്ലാസിക് ഹൊറർ സിനിമകൾ വീണ്ടും റീബൂട്ട് ചെയ്യാറുണ്ട്. ഡാർക്ക് യൂണിവേഴ്സ് എന്ന പേരിൽ ഒരു ഷെയർഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് ഫ്ലോപ്പ് ആയിരുന്നു. എന്നിരുന്നാലും ഇൻവിസിബിൾ മാൻ പോലത്തെ നല്ല റിവ്യൂ കിട്ടിയ സിനിമകളും ഉണ്ടായിരുന്നു. സോ ഇൻവിസിബിൾ മാനിന് ശേഷം വരുന്ന അടുത്ത ഹൊറർ സിനിമയാണ് വുൾഫ്മാൻ. വുൾഫ്മാൻ റിലീസ് ചെയ്യുന്നത് ജനുവരി 25 സോ 11. ജെയിംസ് വാൻ തുടക്കമിട്ട സോ ഫ്രാഞ്ചൈസിലെ 11ാമത്തെ സിനിമയാണ് സോ 11. ഇടയ്ക്കുള്ള കുറേയധികം സോ സിനിമകൾ മോശമായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഇറങ്ങിയ സോ 10 ആയിരുന്നു ഈ ഫ്രാഞ്ചൈസിൽ തന്നെ ഏറ്റവും റിവ്യൂ കിട്ടിയ സിനിമ. സോ എന്തായാലും അതിനൊരു സീക്വൽ വരുമെന്ന് ഉറപ്പായിരുന്നു.
സോ 11 റിലീസ് ചെയ്യുന്നത് സെപ്റ്റംബർ 26-നാണ്. മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിലെ അടുത്ത സിനിമയാണ് മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കനിങ്. ഡെഡ് റെക്കനിങ് പാർട്ട് 1-ന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് സിനിമ. ഇതിനു മുമ്പ് ഇറങ്ങിയ ഡെഡ് റെക്കനിങ് പാർട്ട് 1 വിചാരിച്ചത്ര ബോക്സ് ഓഫീസ് സക്സസ് ആകാത്തതുകൊണ്ട് ഈ സിനിമയ്ക്ക് അല്പം ഹൈപ്പ് കുറവുണ്ട്. പാർട്ട് 2 എന്ന പേര് മാറ്റിയിട്ട് ഫൈനൽ റെക്കനിങ് എന്ന പേരിലാണ് റിലീസ് ചെയ്യുന്നത്. കോവിഡ് കാരണം ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനും ഷൂട്ടിങ്ങും ഒക്കെ ഭയങ്കര ഡിലേ വന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം 400 മില്യൺ ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമയാണ്. മിഷൻ ഇമ്പോസിബിൾ സീരീസിലെ അവസാനത്തെ സിനിമ ആകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ടോം ക്രൂസിന്റെ ഈതൻ ഹണ്ട് എന്ന ക്യാരക്ടറിന് ഇതൊരു മികച്ച ഫെയർവെൽ തന്നെ ആയിരിക്കും. മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കനിങ് റിലീസ് ചെയ്യുന്നത് മെയ് 23-നാണ്. ജോൺ വിക് യൂണിവേഴ്സിലെ സ്പിൻ ഓഫ് സിനിമയാണ് ബാലറീന. ഓൾറെഡി കോണ്ടിനെന്റൽ എന്ന പേരിൽ ഒരു സ്പിൻ ഓഫ് TV സീരീസ് വന്നിരുന്നു. പക്ഷേ ജോൺ വിക് സിനിമകൾക്ക് ശേഷം ഇതേ യൂണിവേഴ്സിലെ ആദ്യത്തെ ഒരു ഫീമെയിൽ ലെഡ് ആക്ഷൻ സിനിമയായിരിക്കും ബാലറീന. ആന ഡെ അർമാസ് മെയിൻ റോളിൽ വരുന്ന സിനിമ കൂടെയാണിത്. പുള്ളിക്കാരിക്ക് നന്നായിട്ട് ആക്ഷൻ റോളുകൾ ചെയ്യാൻ കഴിയുമെന്ന് ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. സോ ഈ സിനിമ ജോൺ വിക് സിനിമകൾ തരുന്ന അതേ ഒരു ത്രില്ല് നമുക്ക് തരുമെന്ന് വിചാരിക്കാം. ബാലറീന റിലീസ് ചെയ്യുന്നത് ജൂൺ 6-നാണ്. ടോപ്പ് ഗൺ മാവറിക്കിന് ശേഷം ജോസഫ് ക്രസിൻസ്കി ഡയറക്ട് ചെയ്യുന്ന സ്പോർട്സ് ഡ്രാമ സിനിമയാണ് F1. ഫോർമുല 1 റേസിംഗിന്റെ ബാക്ക്ഡ്രോപ്പിൽ വരുന്ന ഈ സിനിമയിൽ മെയിൻ റോളിൽ വരുന്നത് ബ്രാഡ് പിറ്റ് ആണ്. നമുക്കറിയാം ടോപ്പ് ഗൺ മാവറിക് എത്ര ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നൊരു സിനിമയാണെന്ന്, എസ്പെഷ്യലി IMAX-ൽ. സോ ആ ഒരു ഇമ്മേഴ്സീവ് തിയേറ്റർ എക്സ്പീരിയൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും F1. F1 റിലീസ് ചെയ്യുന്നത് ജൂൺ 25-നാണ്. ഗാരത്ത് എഡ്വേർഡ്സ് ഡയറക്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ ജുറാസിക് പാർക്ക് സിനിമയാണ് ജുറാസിക് വേൾഡ് റീബർത്ത്. എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ഗോഡ്സില്ല സിനിമയായ ഗോഡ്സില്ല 2014-നും സ്റ്റാർ വാർസ് സിനിമയായ റോഗ് 1-ഉം ഡയറക്ട് ചെയ്തത് ഗാരത്ത് എഡ്വേർഡ്സ് ആയിരുന്നു. ജുറാസിക് വേൾഡ് റീബർത്ത് ഒരു റീബൂട്ട് അല്ല, 2022-ൽ ഇറങ്ങിയ ജുറാസിക് വേൾഡ് ഡൊമിനിയൻ്റെ ഒരു സീക്വൽ തന്നെയാണ്. പക്ഷേ അതേ ആക്ടേഴ്സ് തിരിച്ചു വരില്ല എന്ന് മാത്രം. ഇവിടെ മാർഷൽ അലിയും സ്കാർലറ്റ് ജോഹാൻസനുമാണ് പ്രധാന വേഷത്തിൽ വരുന്നത്. ജുറാസിക് വേൾഡ് റീബർത്ത് റിലീസ് ചെയ്യുന്നത് ജൂലൈ 2-നാണ്. ട്രോൺ സീരീസിലെ അടുത്ത സിനിമയും ഒക്ടോബർ 10-ന് റിലീസ് ചെയ്യുന്നുണ്ട്. അതാണ് ട്രോൺ ഏരീസ്. അവസാനത്തെ ട്രോൺ സിനിമ റിലീസ് ചെയ്തത് 2010-ലായിരുന്നു. ആ സിനിമയുടെ സീക്വൽ തന്നെയാണ് ട്രോൺ ഏരീസ്. പ്രിഡേറ്റർ സിനിമകളിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സിനിമ എന്ന് പറയാവുന്ന ഒന്നാണ് 2022-ൽ ഇറങ്ങിയ പ്രേ. അഫ്കോഴ്സ് ആദ്യത്തെ സിനിമ കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ്. അന്ന് ഡയറക്റ്റ് OTT റിലീസ് ചെയ്തുകൊണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായ ഒരു സിനിമയായിരുന്നു അത്. പ്രേ ഇറങ്ങിയതിന് ശേഷം അടുത്ത സിനിമ എങ്ങനെയായിരിക്കുമെന്ന് പല തിയറികളും ഉണ്ടായിരുന്നു. മെഡീവൽ ജപ്പാനിലോ അല്ലെങ്കിൽ വേൾഡ് വാർ 2-ന്റെ കാലത്തോ സെറ്റ് ചെയ്യുമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, കംപ്ലീറ്റ്ലി ഫ്യൂച്ചറിൽ സെറ്റ് ചെയ്തൊരു കഥയായിരിക്കും ഈ പുതിയ സിനിമയിൽ. ആദ്യത്തെ സിനിമ പോലെ തന്നെ ഇതൊരു ഫീമെയിൽ ലെഡ് ആക്ഷൻ സിനിമ തന്നെയായിരിക്കും. പ്രിഡേറ്റർ ബോർഡർലാൻഡ്സ് റിലീസ് ചെയ്യുന്നത് നവംബർ 7-നാണ്. മറ്റൊരു പോപ്പുലർ ഗെയിമായിട്ടുള്ള മോർട്ടൽ കോമ്പാക്റ്റിനെ 2021-ൽ റീബൂട്ട് ചെയ്തിരുന്നു. ചിലർക്ക് പഴയ മോർട്ടൽ കോമ്പാക്റ്റ് സിനിമകൾ ഓർമ്മ കാണും, അല്ലെങ്കിൽ ആ മ്യൂസിക് എങ്കിലും ഓർമ്മ കാണും. പഴയ മോർട്ടൽ കോമ്പാക്റ്റ് സിനിമകൾ അന്ന് ഇറങ്ങിയപ്പോഴേ കോമഡിയായിരുന്നു. ക്രിട്ടിക്സ് റിവ്യൂ ഒക്കെ മോശമായിട്ടും ഈ റീബൂട്ട് ചെയ്ത സിനിമയ്ക്ക് ഇപ്പോൾ ഒരു സെക്കൻഡ് പാർട്ട് വരികയാണ്. ഇത്രയും ക്വാളിറ്റിയുള്ള ഗെയിംസ് ഉണ്ടായിട്ടും അത് ബിഗ് സ്ക്രീനിൽ പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നത് മോശം തന്നെയാണ്. സോ മുമ്പിറങ്ങിയ മോർട്ടൽ കോമ്പാക്റ്റ് സിനിമകളെക്കാൾ ബെറ്റർ ആയിരിക്കും ഇതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മോർട്ടൽ കോമ്പാക്റ്റ് 2 റിലീസ് ചെയ്യുന്നത് ഒക്ടോബർ 24-നാണ്. അലക്സ് ഗാർലാൻഡ് എഴുതി ഡാനി ബോയിൽ ഡയറക്ട് ചെയ്ത് 2002-ൽ പുറത്തിറങ്ങിയ സോംബി അപ്പോകലിപ്സ് സിനിമയായിരുന്നു 28 ഡേയ്സ് ലേറ്റർ. സോംബി സിനിമകളിൽ തന്നെ ഒരു ക്ലാസിക്കായി കണക്കാക്കുന്ന ഒരു സിനിമയാണ്. സോ ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പോഴതിനൊരു സീക്വൽ വരികയാണ്. അതാണ് 28 ഇയേഴ്സ് ലേറ്റർ. ഇതേ റൈറ്റർ, ഡയറക്ടർ, ആക്ടർ ടീം ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. 28 ഇയേഴ്സ് ലേറ്റർ റിലീസ് ചെയ്യുന്നത് ജൂൺ 20-നാണ്. മിക്കി 17. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പാരസൈറ്റിന് ശേഷം ബോൺ ജോഹോയും ബാറ്റ്മാനിന് ശേഷം റോബർട്ട് പാറ്റിൻസണും ഒന്നിക്കുന്ന സയൻസ് ഫിക്ഷൻ സിനിമയാണ് മിക്കി 17. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ബോൺ ജോഹോ കൊറിയൻ സിനിമകൾ എടുക്കുന്ന ഡയറക്ടർ അല്ലേ എന്ന്. അങ്ങനെയല്ല, പുള്ളി ഇതിനു മുമ്പും ഇംഗ്ലീഷ് സിനിമകൾ എടുത്തിട്ടുണ്ട്. പുള്ളി ക്രിസ് ഇവാൻസിനെ വെച്ച് എടുത്തൊരു സയൻസ് ഫിക്ഷൻ സിനിമയായിരുന്നു സ്നോപിയേഴ്സ്. മിക്കി 17 റിലീസ് ചെയ്യുന്നത് ഏപ്രിൽ 18-നാണ്. ആന്റോൺ ഫൂക്കോ ഡയറക്ട് ചെയ്യുന്ന മൈക്കിൾ ജാക്സന്റെ ബയോപിക്കാണ് മൈക്കിൾ. സിനിമയുടെ ഒറിജിനാലിറ്റിക്ക് വേണ്ടി മൈക്കിൾ ജാക്സന്റെ തന്നെ നെഫ്യൂ ആയ ജാഫർ ജാക്സനാണ് MJ ആയിട്ട് വരുന്നത്. ലോകത്തെ ഏറ്റവും വലിയ പോപ്പ് സ്റ്റാറിന്റെ ബയോപിക് ആയതുകൊണ്ട് തന്നെ എന്തായാലും ഒരു ഇനിഷ്യൽ ബോക്സ് ഓഫീസിൽ റെക്കോർഡ് ഉണ്ടാക്കുമെന്നുള്ളത് ഷുവറാണ്. ആനിമേഷൻ കാറ്റഗറിയിൽ അടുത്ത വർഷം റിലീസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 സിനിമകളാണ് സൂട്ടോപ്പിയയും ബാഡ് ഗൈസ് 2. നവംബർ 26-ന് റിലീസ് ചെയ്യുന്ന ഡിസ്നിയുടെ ആനിമേഷൻ സിനിമയാണ് സൂട്ടോപ്പിയ 2. ഫസ്റ്റ് സൂട്ടോപ്പിയ സിനിമ ഒരു കിഡിൽ ആനിമേറ്റഡ് ഫിലിമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സിനിമയ്ക്ക്. സോ ഇത്രയുമാണ് അടുത്ത വർഷം റിലീസ് ചെയ്യാൻ പോകുന്ന കുറച്ച് പ്രധാനപ്പെട്ട ഹോളിവുഡ് സിനിമകളുടെ ഒരു ലിസ്റ്റ്. നിങ്ങൾ ഈ ലിസ്റ്റിൽ ഏത് സിനിമയ്ക്കാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ്, ഏത് സിനിമ കാണാനാണ് ആഗ്രഹം എന്നുള്ളത് താഴെ കമൻസിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.